ആത്മീയ ശാന്തതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിലാണ് കത്തോലിക്കയായ ലൂയിസ ലോമെലി ആധുനിക ശാസ്ത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ന്യൂ ഏജ് മൂവ്മെന്റിലേക്ക് കടന്നു ചെല്ലുന്നത്. ന്യൂ ഏജ് മൂവ്മെന്റ് രീതികളെ ഉപയോഗപ്പെടുത്തുന്നത് ജീവിതത്തിലേക്ക് പൈശാചികതയെ ക്ഷണിച്ചു വരുത്തലാണെന്ന് മുൻ ഫെങ്ഷുയി മാസ്റ്റർ കൂടിയായ ലൂയിസ ACI പ്രൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഇത്തരത്തിലുള്ള ആധുനിക വ്യാജ ആത്മീയ രീതികൾ ദൈവത്തെ എതിർക്കുന്നില്ല എന്ന് പറയുകയും സമാധാനം പ്രദാനം ചെയ്യുന്നു എന്ന് വാദിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇത്തരത്തിലുള്ളവ യഥാർത്ഥത്തിൽ ജീവിതത്തെ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നും ലൂയിസ പറയുന്നു. ഇത്തരത്തിലുള്ള ദൈവനിഷേധം പ്രചരിപ്പിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴും ഒരു ദശാബ്ദകാലം യോഗ, റേക്കി, പ്രാണിക് ഹീലിംഗ്, കാർഡ് റീഡിംഗ്, ന്യൂമറോളജി എന്നീ രീതികൾ ശുപാർശ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴും അതിലൂടെ സൗഖ്യങ്ങൾ സംഭവിച്ചതിനാൽ അത് തെറ്റാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് അതിലൂടെയെല്ലാം താൻ പലരെയും സാത്താന് സമർപ്പിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞതായും അവർ വെളിപ്പെടുത്തി. ആദ്യം ആശ്വാസം തോന്നിയെന്ന് ലൂയിസ പറയുന്നുണ്ടെങ്കിലും താമസിയാതെ അവളുടെ ജീവിതം അസ്വസ്ഥമായി. രോഗശാന്തിക്ക് പകരം അത് എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നൽകുമെന്ന് ഞാനൊരിക്കലും കരുതിയിരുന്നില്ല എന്നും അവർ പറയുന്നു. ഞാൻ പല മന്ത്രവാദികളുടെ അടുത്തേക്കും പോയി. ആർക്കും എന്നെ ശാന്തയാക്കാനോ രാത്രിയിൽ എനിക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ തടയാനോ കഴിഞ്ഞില്ല. എന്നാൽ അങ്ങനെയിരിക്കെ ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം താൻ മെക്സിക്കോ സിറ്റിയിലെ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെത്തി. അവിടെ വാതിൽ കടന്നയുടനെ അവൾ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, ദയവായി എന്നെ സ്വതന്ത്രയാക്കണമേ. പരിശുദ്ധാത്മാവ് എന്നെ കാത്തിരിക്കുകയായിരുന്നുവെന്നും അപ്പോൾ അവൾക്ക് തോന്നി. അതൊരു മോചനമായിരുന്നു, ഒരു അത്ഭുതകരമായ രോഗശാന്തിയായിരുന്നു. തനിക്ക് വളരെയേറെ സമാധാനം തോന്നി. ദിവസങ്ങൾക്കു ശേഷം അസ്വസ്ഥതകൾ തിരിച്ചെത്തിയെങ്കിലും ജപമാലയിലൂടെ ഞാൻ അതിനെ അതിജീവിച്ചുവെന്നും അവർ പറയുന്നു. ദിവസവും പ്രാർത്ഥിക്കുന്നതും അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ദീർഘനേരം ചിലവഴിക്കുന്നതും ലൂയിസയെ ഏറെ സമാധാനത്തിലേക്ക് നയിച്ചതായും അവർ പറയുന്നു. ഫെങ്ഷുയി, റെയ്ക്കി, കാർഡ് റീഡിംഗ് എന്നീ ന്യൂ ഏജ് രീതികളിൽ ആകൃഷ്ടരാകുന്നവരോട് ഏർപ്പെടുന്നവരോടുമായ വ്യക്തികളോട് ക്രിസ്തുവിശ്വാസത്തിലേക്ക് മടങ്ങിവന്ന ലൂയിസയ്ക്ക് ഒന്നു മാത്രമേ പറയുവാനുള്ളൂ: ഇവയിലൊന്നും ഏർപ്പെടരുത്. ഇതിലൂടെയല്ല ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. ചർച്ച് ഡെസ്ക്, ഷെക്കിന ന്യൂസ്.